ക്ലാസ് 5 തേർഡ് ചാപ്റ്റർ നമുക്ക് നോക്കാം. സോഷ്യലിൻ്റെ ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ്, അതായത് പലതരത്തിലുള്ള ജോലികൾ. കീർത്തിസ് പാരൻസ് ഗിവ് ഹർ ടോഫീസ് ആസ് എ റിവാർഡ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ അറ്റ് ഹോം റെഗുലർലി. അതായത് കീർത്തിയുടെ പാരൻസ് ഗിവ് ഹർ ടോഫീസ്, അതായത് മിഠായി, അവൾക്ക് മിഠായികൾ കൊടുത്തു. എന്തിന്? ആസ് എ റിവാർഡ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ അറ്റ് ഹോം റെഗുലർലി. അതായത് ചെടികൾ, വീട്ടിലെ പൂന്തോട്ടത്തിലെ ചെടികൾ എന്നും നനച്ചതിന് ഒരു റിവാർഡ്, അതായത് പ്രതിഫലമായിട്ട് എന്തു കൊടുത്തു? ടോഫീസ് കൊടുത്തു. തേജസ് ഈസ് ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ബൈ ഹിസ് പാരൻസ് ഫോർ ഫോൾഡിംഗ് ദ ക്ലോത്ത്സ് റെഗുലർലി അറ്റ് ഹോം. തേജസിന് അവൻ്റെ പാരൻസ് എന്താണ് കൊടുത്തത്? ഒരു സ്റ്റോറി ബുക്കാണ്. എന്ത് ചെയ്തതിനാണ്? ഫോർ ഫോൾഡിംഗ് ദ ക്ലോത്ത്സ്, അതായത് തുണികൾ മടക്കി വെച്ചതിന്. ഹാവ് യു നോട്ടീസ് ദ പിക്ചേഴ്സ് ഗിവൺ അബോവ്? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മുകളിൽ തന്നിരിക്കുന്ന പടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വാട്ട് ഡിഡ് കീർത്തി ഗെറ്റ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ? അതായത് കീർത്തിക്ക് എന്താണ് ലഭിച്ചത്? ചെടികൾ വെള്ളം നനച്ചതിന് എന്താണ് കിട്ടിയത്? ടോഫീസ്. ഹൗ ഡിഡ് തേജസ് പാരൻസ് അപ്രീഷിയേറ്റ് ഹിം ഫോർ ഫോൾഡിംഗ് ക്ലോത്ത്സ്? എങ്ങനെയാണ് തേജസിൻ്റെ രക്ഷിതാക്കൾ അവനെ പ്രശംസിച്ചത്? എന്തിന്? ഫോൾഡിംഗ് ക്ലോത്ത്സ്, തുണി മടക്കിയതിന്. എന്താണ്? ഒരു സ്റ്റോറി ബുക്ക് കൊടുത്തു, അല്ലേ? വാട്ട് ഡു ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം ഗെറ്റ് ഇൻ റിട്ടേൺ ഫോർ ദ വർക്ക് ദേ ഡു? അതായത് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർക്ക് അവർ ചെയ്യുന്ന വർക്കിന് എന്ത് റിട്ടേൺ, എന്ത് വരുമാനമാണ്, തിരിച്ച് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത്? ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനം. ഒബ്സർവ് ദ ഇമേജസ്, കുറച്ച് ഇമേജസ് തന്നിട്ടുണ്ട്. ആദ്യം എന്താണ്? ടീച്ചിങ് പ്രൊഫഷൻ. അടുത്തത് എന്താണ്? ട്രേഡ്. അടുത്തത് എന്താണ്? ക്യാരംസ് കളിക്കുന്നു. അടുത്തത് എന്താണ്? മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആയിട്ടുള്ള ജോബാണ് ചെയ്യുന്നത്. അടുത്തത് എന്താണ്? കളറിങ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യുകയാണ്. അടുത്തത് എന്താണ്? വോളിബോൾ കളിക്കുന്നു. ഹോപ്പ് യു ഹാവ് ഒബ്സർവ്ഡ് ദ പിക്ചേഴ്സ് ഓഫ് പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ നേരത്തെ തന്നിരുന്ന പടങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അല്ലെങ്കിൽ നിരീക്ഷിച്ചു കാണും. ആളുകൾ പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. വിച്ച് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഇൻവോൾവ്ഡ് ഇൻ? ഓരോരുത്തരും ഏർപ്പെട്ടിരിക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ട്രേഡ് ചെയ്യുന്നുണ്ട്, ടീച്ചിങ് ഉണ്ട്, പിന്നെ എന്താണ്? വോളിബോൾ കളിക്കുന്നുണ്ട്, ക്യാരംസ് കളിക്കുന്നുണ്ട്, പിന്നെ എന്താണ്? ഹെൽത്ത് കെയർ ആയിട്ടുള്ള ജോബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വ്യത്യസ്തങ്ങളായിട്ടുള്ള, പിന്നെ കുറച്ച് കുട്ടികൾ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. വിച്ച് എമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദ ഫോം ഓഫ് മണി? അതായത് ഇതിൽ കുറച്ച് ജോലികൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് പ്രതിഫലമായിട്ട്, റിവാർഡായിട്ട് എന്ത് കിട്ടുന്നുണ്ട്? കാശ് കിട്ടുന്നുണ്ട്. എന്നാൽ അതിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രതിഫലമായിട്ട് എന്താണ് കിട്ടുന്നത്? ഗിഫ്റ്റുകളാണ് കിട്ടുന്നത്. അപ്പോൾ വിച്ച് എമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദ ഫോം ഓഫ് മണി? അതായത് കാശിൻ്റെ രൂപത്തിൽ, മണി എന്ന് പറഞ്ഞാൽ കാശിൻ്റെ രൂപത്തിൽ റിവാർഡ്, അതായത് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ അതിൽ ഏതൊക്കെയായിരുന്നു? ടീച്ചിങ് ഒരു പ്രൊഫഷനാണ്. അപ്പോൾ റിവാർഡായിട്ട് എന്താണ് കിട്ടുക? മണി കിട്ടും. പിന്നെ ട്രേഡ്, പിന്നെ അതിൽ ഏതാണ്? നമുക്ക് ഹെൽത്ത് കെയർ ആയിട്ടുള്ള ജോബ് ചെയ്യുന്നുണ്ട്, ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സായിട്ടുള്ള ജോലി. അതിന് നമുക്ക് എന്താണ്? റിവാർഡായിട്ട് എന്താണ്? മണിയാണ് കിട്ടുക. വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ്? അതായത് ഗിഫ്റ്റായിട്ട് നമുക്ക് റിവാർഡ്, പ്രതിഫലം ഗിഫ്റ്റായിട്ട് കിട്ടുന്ന കാര്യങ്ങളിൽ എന്താണ്? വോളിബോള്, പിന്നെന്താണ്? ക്യാരംസ്, പിന്നെന്താണ്? ഡ്രോയിങ്. സം ഓഫ് അവർ ആക്ഷൻസ് ഗെറ്റ് റിവാർഡ്സ് ആൻഡ് സം ഗെറ്റ് ഗിഫ്റ്റ്. അതായത് ചില നമ്മുടെ പ്രവൃത്തികൾക്ക് നമുക്ക് എന്ത് കിട്ടും? റിവാർഡ്, പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ സം ഗെറ്റ് ഗിഫ്റ്റ്, അതായത് നമുക്ക് സമ്മാനങ്ങളായിട്ടാണ് കിട്ടുക. 4 ആക്ടിവിറ്റീസ് സച്ച് ആസ് ടീച്ചിങ്, ട്രേഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ. അതായത് ടീച്ചിങ്, അതായത് അധ്യാപനം, ട്രേഡിംഗ് വ്യാപാരം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആശുപത്രി, അങ്ങനെ നേഴ്സ്, ഡോക്ടർ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇൻഡിവിജ്വൽസ് റിസീവ് മണി ആസ് റിവാർഡ്. അതായത് റിവാർഡായിട്ട്, പ്രതിഫലമായിട്ട് ഈ ആളുകൾക്ക് എന്താണ് കിട്ടുക? റിസീവ് മണി, കാശ്. ഇൻകം ഈസ് ദ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വാരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇൻകം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. ഇൻകം എന്നതിൻ്റെ ഡെഫിനേഷനാണ് തന്നിരിക്കുന്നത്. ഇൻകം ഈസ് ദ മണി, ഇൻകം എന്ന് പറയുന്നത് എന്താണ്? കാശാണ്. റിസീവ്ഡ് ബൈ എ പേഴ്സൺ, ഒരു പേഴ്സൺ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് കിട്ടുന്നത്, ഓവർ എ പീരീഡ് ഓഫ് ടൈം, കുറച്ച് കാലത്തേക്ക്, ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വാരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്തിൻ്റെ ഫലമായിട്ട്? എൻഗേജിങ് ഇൻ വാരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. എൻഗേജിങ് എന്ന് പറഞ്ഞാൽ ഏർപ്പെടുക. ഇൻ വാരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഒരു പേഴ്സണ്
കുറച്ച് കാലത്തേക്ക് കിട്ടുന്ന ഇൻകം, വരുമാനം അല്ലെങ്കിൽ മണിയാണ് എന്ത് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ റിവാർഡഡ് വിത്ത് മണി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് കാശ് റിവാർഡഡ്, പ്രതിഫലമായി കിട്ടുന്ന മറ്റ് എന്തൊക്കെ പ്രവൃത്തികളാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, തൊഴിൽ അല്ലെങ്കിൽ ജോലി. റീഡ് ദിസ് പോയം. ഒരു പോയമാണ് താഴെ തന്നിരിക്കുന്നത്. ആര്യാണ്? NV കൃഷ്ണവാര്യരുടെ ഒരു പോയമാണ്. അതൊരു ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് ആ പോയം തന്നിരിക്കുന്നത്. പഠിപ്പു തീർന്നാൽ, അതാണ് ആ പോയത്തിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ഹെഡിങ് എന്താണ്? പഠിപ്പു തീർന്നാൽ. ചോദ്യം: പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ? പഠിപ്പ് തീർന്ന് പള്ളിക്കൂടം വിട്ടു കഴിഞ്ഞാൽ നീ എന്ത് പണിക്ക് പോകും എന്നാണ് ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഉത്തരമായിട്ട് ഒന്നാമൻ എന്താണ് പറയുന്നത്? കൃഷിക്ക് പോകും ഞാൻ, കൃഷിക്കു നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്കു പോകും ഞാൻ. അതായത് ഒന്നാമൻ എന്താ പറയണേ? ഞാൻ പഠിപ്പ് കഴിഞ്ഞാൽ കൃഷിക്കാണ് പോവുക, നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ പണ്ടത്തെ പിതാക്കന്മാർ ചെയ്ത തൊഴിലാണ് അത്, അപ്പോൾ അതിന് ഞാൻ പോകുന്നതാണ് പറയുന്നത്. രണ്ടാമൻ എന്താ പറയണേ? പണം മുടക്കി കോടിക്കണക്കിനു കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ, തൊഴിലിതിൽ നല്ലത് വേറൊന്നുണ്ടാമോ? അതായത് പണം മുടക്കി, ലക്ഷക്കണക്കിന് പണം മുടക്കി ഞാൻ എന്ത് ചെയ്യും? കച്ചവടത്തിന് പോകും. അതല്ല, അതിലും നല്ലൊരു തൊഴിൽ വേറെ ഏതാണുള്ളത് എന്നാണ് ചോദ്യം. അപ്പം മൂന്നാമൻ എന്താ പറയണേ? നാട്ടിലെ ശിക്ഷിതരായലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാനിലയം ആരംഭിച്ചിടും. എന്താണ് മൂന്നാമൻ പറയണേ? അതായത് നാട്ടിൽ അതായത് അശിക്ഷിതരെന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസം ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന കുട്ടികളെയെല്ലാം ഞാൻ കൂട്ടി നല്ലൊരു വിദ്യാലയം ആരംഭിക്കും എന്നാണ് പറയുന്നത്. നാലാമൻ എന്താണ് പറയുന്നത്? പഠിപ്പു തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ, പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ. അതായത് പഠിപ്പ് തീർന്നാൽ പട്ടാളത്തിൽ പോയി ഞാൻ ഭാരതരാജ്യത്തെ എന്ത് ചെയ്യും? പരിപാലിക്കും എന്നാണ് പറയുന്നത്. ഇത് NV കൃഷ്ണവാര്യർ എഴുതിയ പഠിപ്പ് തീർന്നാൽ എന്നൊരു പോയം അല്ലെങ്കിൽ കവിതയാണ് കണ്ടത്, അല്ലെങ്കിൽ പദ്യമാണ് കണ്ടത്. In this poem, the poet hints at the various types of employment we choose after studies. അതായത് ഈ പദ്യത്തിൽ പോയറ്റ് അതായത് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്, ഒരു സൂചനകൾ തന്നിട്ടുണ്ട്. എന്തിനെ കുറിച്ചിട്ട്? വാരിയസ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് പലതരത്തിലുള്ള ജോലികൾ വി ചൂസ് ആഫ്റ്റർ സ്റ്റഡീസ്, അതായത് സ്റ്റഡീസിന് ശേഷം, അതായത് പഠനത്തിന് ശേഷം നമ്മൾ ചൂസ് ചെയ്യുന്ന, തിരഞ്ഞെടുക്കുന്ന കുറച്ച് വാരിയസ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ജോലികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ ജോബ്സ് മെൻഷൻഡ് ഇൻ ദീസ് ലൈൻസ്? അതായത് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്ന ജോബ്സ്, അതായത് ജോലികൾ എന്തൊക്കെയാണ്? ഒന്ന് അഗ്രികൾച്ചർ, കൃഷിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? ടീച്ചിങ്, വിദ്യാലയം തുടങ്ങുന്നു പറയാം, അപ്പോൾ ടീച്ചിങ് പ്രൊഫഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? ട്രേഡ്, അതായത് കച്ചവടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ട്രേഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനെ കുറിച്ചിട്ടാണ്? പട്ടാളം, സോൾജിയറായിട്ട് പട്ടാളക്കാരനായിട്ട് പോകുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വാട്ട് എംപ്ലോയ്മെൻറ്റ് ഡു യു വിഷ് ടു ഡു ഇൻ ഫ്യൂച്ചർ? നിങ്ങൾ എന്ത് ജോലിയാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഈസ് ഇറ്റ് ഓൺലി ഫിസിക്കൽ വർക്ക് ദാറ്റ് ഹ്യൂമൻസ് ഡു? അതായത് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള വർക്ക്, ജോലികൾ മാത്രമാണോ ആളുകൾ, ഹ്യൂമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ ചെയ്യുന്നത്? എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി ഫോർ ഇൻകം. അതായത് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നതിൽ എന്താണ്? എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജോലി എന്ന് പറയുന്നതിൽ എന്താണ്? വർക്ക് ഡൺ ബൈ എ പേഴ്സൺ, അതായത് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ജോലി ഡൺ ബൈ എ പേഴ്സൺ, ഒരു പേഴ്സൺ ചെയ്യുന്ന, എങ്ങനെ? ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി, അതായത് ഫിസിക്കലി എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടും ഇൻ്റലക്ച്വലി എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി, ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിപരമല്ലേ, അപ്പോൾ ഇൻ്റലക്ച്വലി എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടും ഫോർ ഇൻകം, എന്തിനു വേണ്ടിയിട്ട്? വരുമാനത്തിന് വേണ്ടിയിട്ട്. ഉദാഹരണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കൃഷിക്കാരൻ ചെയ്യുന്നത് എന്താണ്? ഫിസിക്കൽ വർക്കാണ്, ആൾ ശാരീരികമായിട്ടാണ് അധ്വാനിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഓരോ കമ്പനികളിൽ കമ്പ്യൂട്ടറിലും ഇതിലൊക്കെ ചെയ്യുന്നത് നമ്മൾ എന്താണ്? ശരിക്കും ബുദ്ധിപരമായിട്ട് ഇൻ്റലക്ച്വലി ചെയ്യുന്ന കാര്യമാണ്. ഇറ്റ്സ് റിവാർഡ്
ഈസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് വേജസ് ഓർ സാലറി. അതായത് ഇതിൻ്റെ പ്രതിഫലം, അവർ ചെയ്യുന്ന വർക്കിനുള്ള പ്രതിഫലം നമുക്ക് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് വേജസ് ഓർ സാലറി, ഒന്നില്ലെങ്കിൽ വേജസിൻ്റെ രൂപത്തിൽ, വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിയാണ്, ഓർ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, ശമ്പളം. അതായത് വേജസും സാലറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെങ്കിൽ, വേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് ഉള്ള ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ അന്നാന്ന് കൊടുക്കുന്നത്, ഒരു ദിവസത്തേക്ക് വേണ്ടി കൊടുക്കുന്നതാണ് എന്ത്, വേജസ് അല്ലെങ്കിൽ കൂലി എന്ന് പറയുന്നത്. സാലറി എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഒരു മാസത്തിൽ ആയിട്ടാണ് കൊടുക്കുക. ഒരു മാസം വർക്ക് ചെയ്തിട്ട് ആ മാസത്തിൻ്റെ അവസാനം കൊടുക്കുന്നതാണ് സാലറി അല്ലെങ്കിൽ ശമ്പളം. എംപ്ലോയ്മെൻറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽസ്. അതായത് ആളുകൾക്ക് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രധാന സോഴ്സ് എന്ന് പറഞ്ഞാൽ ഉറവിടം അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയ്മെൻറ്റ്, അതായത് തൊഴിലാണ്. വേജസ് ആൻഡ് സാലറി. വേജസ് ഈസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയി ഫോർ പെർഫോമിംഗ് സർവീസസ് അണ്ടർ എ കോൺട്രാക്റ്റ്. അതായത് വേജസ് എന്ന് പറയുന്നത് എന്താണ്, പെയ്ഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ജോലി നൽകുന്ന ആൾ, ടു ദ എംപ്ലോയി അതായത് ജോലി ചെയ്യുന്ന ആൾക്ക്, ഫോർ പെർഫോമിംഗ് സർവീസസ് അണ്ടർ എ കോൺട്രാക്റ്റ്, എന്തിനു വേണ്ടിയിട്ട്, അവർ ചെയ്യുന്ന സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവർ ചെയ്യുന്ന ജോലിക്ക് സേവനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രതിഫലമാണ് എന്ത്, വേജസ് എന്ന് പറയുന്നത്. വേജസ് ഈസ് ഫിക്സഡ് ഓൺ അവർലി ഓർ ഡെയിലി ബേസിസ്. അതായത് ഈ വേജസ് നമ്മൾ നൽകുന്നത് ഒന്നില്ലെങ്കിൽ മണിക്കൂർ, കുറച്ച് മണിക്കൂറിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഒരു കുറച്ച് മണിക്കൂർ അവർ വർക്ക് ചെയ്തു അപ്പോൾ അവർക്ക് വേജസ് കൊടുക്കും, അല്ലെങ്കിൽ ഡെയിലി ബേസിസ്, അതായത് അവർ ദിവസക്കൂലിയായിട്ട് ആണ് അവർക്ക് നൽകുക. ബട്ട് സാലറി ഈസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദ വർക്ക് പെർഫോംഡ് ബൈ ദ എംപ്ലോയീസ് ഓൺ എ മന്ത്ലി ബേസിസ്. എന്നാൽ സാലറി എന്ന് പറയുന്നത് എന്താണ്, റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലം കൊടുക്കുക, പെയ്ഡ് ബൈ ദ എംപ്ലോയർ അതായത് ജോലി നൽകുന്ന ആൾ, ഫോർ ദ വർക്ക് പെർഫോംഡ് ബൈ ദ എംപ്ലോയി, എന്തിനു വേണ്ടിയിട്ട്, എംപ്ലോയി അതായത് ജോലി ചെയ്യുന്ന ആൾ ചെയ്ത പെർഫോമിന് വേണ്ടിയിട്ടുള്ള പ്രതിഫലമായിട്ട് എംപ്ലോയർ ജോലി നൽകുന്ന ആൾ ഓൺ എ മന്ത്ലി ബേസിസ്, അതായത് എന്താണ്, ഇതിനെ കണക്കാക്കിയിട്ട്, അതായത് മാസ ശമ്പളം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ മാസത്തിലാണ് അത് കൊടുക്കുക. ഹൂ ആർ ദ മെമ്പേഴ്സ് യുവർ ഫാമിലി ദാറ്റ് എൻഗേജ് ഇൻ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഏതൊക്കെ ആളുകളാണ് വരുമാനം കിട്ടുന്ന ആക്ടിവിറ്റീസിൽ, കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ലിസ്റ്റ് ഔട്ട് ദ എംപ്ലോയ്മെൻറ്റ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി. അതായത് നിങ്ങളുടെ വീട്ടിലെ ജോലി, മെമ്പേഴ്സിൻ്റെ, ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ പേരെഴുതിയിട്ട് അവരെന്ത് എംപ്ലോയ്മെൻ്റാണ് ചെയ്യുന്നത്, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, തൊഴിലാണ് ചെയ്യുന്നത് എന്ന് എഴുതാനാണ് താഴെ ഒരു പട്ടിക തന്നിരിക്കുന്നത്. സോഴ്സസ് ഓഫ് ഇൻകം, അതായത് നമുക്ക് വരുമാനം കിട്ടുന്ന ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പീപ്പിൾ അറൗണ്ട് അസ് ഏൺ ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പലതരത്തിൽ എന്താ പറയുക ഉറവിടങ്ങളിൽ നിന്നും അവർ വരുമാനം കണ്ടെത്തുന്നുണ്ട്. ദേ ഗെറ്റ് ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ബിസിനസ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആൻഡ് അതർ അസറ്റ്സ്. അതായത് അവർക്ക് എവിടെ നിന്നൊക്കെയാണ് ഇൻകം ലഭിക്കുന്നത്, അഗ്രികൾച്ചർ കൃഷിയിൽ നിന്ന്, ബിസിനസ് ചെയ്തിട്ട്, ബാങ്ക് ഡെപ്പോസിറ്റ്സ് അതായത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവും, അതിന് എന്ത് അവർക്ക് വരുമാനമായിട്ട് കിട്ടും, ഇൻട്രസ്റ്റ് വരുമാനമായിട്ട് കിട്ടും. ആൻഡ് അതർ അസറ്റ്സ് മറ്റ് അസറ്റുകളിൽ നിന്ന്. ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ് സച്ച് ഇൻകം ഈസ് കോൾഡ് സോഴ്സസ് ഓഫ് ഇൻകം. ഒന്നില്ലെങ്കിൽ തൊഴിൽ, ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിൽ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്തെങ്കിലും ഒരു വസ്തുക്കൾ, അത് ദാറ്റ് ജനറേറ്റ് അതെന്താണ് നമുക്ക് ഇൻകം തരിക ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ എന്താണ് അത് തരിക നമുക്ക്. സച്ച് ഇൻകം ഈസ് കോൾഡ് സോഴ്സസ് ഓഫ് ഇൻകം. അങ്ങനെ കിട്ടുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുക. അതായത് വരുമാനത്തിൻ്റെ സോഴ്സസ് എന്ന് പറയുക. അത് ഒന്നില്ലെങ്കിൽ ലേബർ തൊഴിലാവാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്തെങ്കിലും ഒരു വസ്തു ആവാം. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്, അതായത് നമ്മൾ അസറ്റ് എന്ന് പറയും, അതായത് അസറ്റ്സ് ആർ ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. അതായത് അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, സാമ്പത്തികമായിട്ടുള്ള ഉറവിടങ്ങളാണ്. ഇൻ ഡിഫറെൻറ്റ് ഫോംസ് പലതരത്തിൽ. ബിൽഡിങ്സ് ആൻഡ് പ്രോപ്പർട്ടി ആർ എക്സാമ്പിൾസ് ഓഫ് അസറ്റ്സ്. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കെട്ടിടങ്ങൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്തെങ്കിലും ഒരു വസ്തുക്കൾ, അതിനെയൊക്കെ നമ്മൾ എന്താണ് അസറ്റ്. അതായത് അവിടെ ഒരു നിശ്ചലമായി നിൽക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. ഇപ്പോൾ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടികൾ നമുക്ക് എന്ത് ചെയ്യാം, വാടകയ്ക്ക് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, റെൻറ്റ്, വാടക കിട്ടും. അപ്പോൾ അങ്ങനെ വരുമാനം തരുന്നവയാണ് എന്ത്, നമ്മുടെ അസറ്റ്
അസറ്റുകൾ, അത് നമുക്ക് വിറ്റാ കാശ് കിട്ടും. അങ്ങനെ കംപ്ലീറ്റ് ദ ഡയഗ്രാം ഇലുസ്ട്രേറ്റിംഗ് ദ വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. താഴെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. എന്താണ് വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം, ഇൻകത്തിൻ്റെ പ്രധാന സോഴ്സുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള സോഴ്സുകൾ ഏതാണ്. അതിൽ 2 അവർ കൊടുത്തിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ്, അത് തൊഴിൽ ചെയ്തിട്ട് നമുക്ക് ഇൻകം കിട്ടും. ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് ബാങ്കിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ എന്താ നമുക്ക് എഴുതാം, റെൻറ്റ് ഫ്രം ബിൽഡിങ്സ് എഴുതാൻ പറ്റും, റെൻറ്റ് ഫ്രം ലാൻഡ്സ് എഴുതാൻ പറ്റും. അങ്ങനെ ഏതൊക്കെയാണെന്നുള്ളത് സോഴ്സസ് ഓഫ് ഇൻകം എഴുതാം. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എഴുതാൻ പറ്റും. ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് ഇൻകം ഫ്രം വാരിയസ് സോഴ്സസ് ഗിവൺ ബിലോ. അതായത് താഴെ ഒരു പട്ടിക അല്ലെങ്കിൽ ഒരു ടേബിളിൽ എന്താണ് തന്നിരിക്കുന്നത്, പലതരത്തിലുള്ള പല ഉറവിടങ്ങളിൽ നിന്നുള്ള സോഴ്സസിൽ നിന്നുള്ള ഇൻകമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് സോഴ്സ് ഓഫ് ഇൻകം, പിന്നെ ഏത് തരത്തിലുള്ള ഇൻകമാണ് നമുക്ക് ലഭിക്കുന്നത്. അഗ്രികൾച്ചറിൽ നമുക്ക് എങ്ങനത്തെ ഇൻകമാണ്, ക്രോപ്പ്, അതായത് ധാന്യങ്ങളാണ് നമുക്ക് ഇൻകമായിട്ട് ലഭിക്കുന്നത്. എംപ്ലോയ്മെൻറ്റ്, അതായത് നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്, വേജസ് അല്ലെങ്കിൽ സാലറി. വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂലിയാണ്. സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, ശമ്പളമാണ്. വേജസ് നമ്മൾ എന്താണ് പ്രത്യേകത, വേജസ് നമുക്ക് ഒരു ദിവസത്തേക്കോ കുറച്ച് മണിക്കൂർ നേരത്തേക്കോ ഉള്ള ജോലിക്കാണ് നമുക്ക് കിട്ടുന്നത്. സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് മാസം ബേസ് ചെയ്തിട്ടാണ്, മന്ത് ബേസ് ചെയ്തിട്ടാണ് കിട്ടുക. ബിസിനസ് ചെയ്യുന്നതിൽ കിട്ടുന്ന ഇൻകം ഏതാണ്, പ്രോഫിറ്റ്, അതായത് ലാഭം. ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്കിൽ നമ്മൾ കാശ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരം നമുക്ക് ഇങ്ങോട്ട് എന്തിനാണ് കിട്ടുക, ഇൻട്രസ്റ്റ്, അതായത് പലിശ. അസറ്റ്സ് നമ്മൾ പഠിച്ചു, എന്താണ് ബിൽഡിങ്സ്, പ്രോപ്പർട്ടീസ്, അങ്ങനത്തെയൊക്കെ എന്താണ് അസറ്റിൽ പെട്ടതാണ്. ആ അസറ്റിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുക, റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാടക. അതായത് നമ്മൾ ബിൽഡിങ്ങുകൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അവർ പകരം എന്താണ് നമുക്ക് തരിക, വാടക തരും. അടുത്തത് എന്താണ്, ലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ടത്തിന് കൊടുക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതായത് അസറ്റിൽ എന്ത് വരും, പ്രോപ്പർട്ടീസ്, അതായത് സ്ഥലങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങൾ ഉള്ള ആളുകൾ സ്ഥലങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് കൃഷി ചെയ്യാനായിട്ട് താൽക്കാലികമായിട്ട് ആ സ്ഥലം കൈമാറും. അപ്പോൾ അവർ മറ്റുള്ളവരുടെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് തിരിച്ചു കൊടുക്കണം, ലീസ്, അതായത് പാട്ടം കൊടുക്കണം. അതായത് പാട്ടത്തിന് കൊടുക്കുക, അതായത് കുറച്ച് നാളത്തേക്ക് അവർക്ക് ആ കൃഷി ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ആ ഭൂമി കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് എന്ത് വരുമാനം കിട്ടും, ലീസ്, അതായത് പാട്ടത്തിന് കൊടുക്കുക എന്നാണ് പറയുക, പാട്ടം. അങ്ങനെയാണ് അത് കിട്ടും. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഹരി, സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതാണ് ഓഹരി. അതിൽ നിന്ന് പ്രോഫിറ്റ് ഷെയർ അല്ലെങ്കിൽ ഡിവിഡൻറ്റ്, അതിൽ നിന്ന് എന്താണ് ഒരു ലാഭവിഹിതം, അതായത് ലാഭവിഹിതം അല്ലെങ്കിൽ ഡിവിഡൻറ്റ്, ഓഹരി. ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഓഹരി, ഇതാണ് ലാഭവിഹിതം അല്ലെങ്കിൽ ഡിവിഡൻറ്റ്, ഓഹരിയാണ് നമുക്ക് ലഭിക്കുക. ഓർഗനൈസ് എ ഡിസ്കഷൻ ഇൻ യുവർ ക്ലാസ് റൂം ഓൺ എ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം ഇൻ യുവർ ഫാമിലി. അതായത് നിങ്ങളുടെ ഫാമിലിയിൽ, കുടുംബത്തിൽ എങ്ങനെയുള്ള പലതരത്തിലുള്ള സോഴ്സസിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാവും, അതൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം, അതായത് വ്യക്തിഗതമായിട്ടുള്ള വരുമാനമുണ്ട്, ഫാമിലി ഇൻകം, കുടുംബ വരുമാനവും ഉണ്ട്. ജസ്റ്റ് ആസ് ദ സോഴ്സസ് ഓഫ് ഇൻകം വിച്ച് ആർ ഡിഫറെൻറ്റ്, ഇൻകം ഫ്രം സച്ച് സോഴ്സസ് ഓൾസോ വാരീസ്. അതായത് നമ്മൾ കണ്ടു സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്, അതായത് വരുമാനം കിട്ടുന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമാണ്. ഇൻകം ഫ്രം സച്ച് സോഴ്സസ് ഓൾസോ വാരീസ്, അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഇൻകവും വ്യത്യസ്തമാണ്. ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ ഏൺ ഇൻകം ഫ്രം മെനി സോഴ്സസ്, ഒരു വ്യക്തിക്ക് പല സ്ഥലത്തു നിന്നും അവർക്ക് ഇൻകം കിട്ടും. ഫോർ എക്സാമ്പിൾ, എ ഫാർമേഴ്സ് പേഴ്സണൽ ഇൻകം ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് ഇൻകേർഡ് ഫ്രം ബാങ്ക് ഡെപ്പോസിറ്റ്സ്. അതായത് ഒരു ഫാർമറിൻ്റെ പേഴ്സണൽ ഇൻകം എന്തായിരിക്കാം, അയാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ്, പലിശയായിരിക്കാം. പ്രോഫിറ്റ് ഫ്രം അഗ്രികൾച്ചറൽ റിലേറ്റഡ് ബിസിനസ് എക്സെട്ര, പിന്നെന്താണ് അഗ്രികൾച്ചർ, കൃഷിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, ലാഭമായിരിക്കാം. ദസ് എ പേഴ്സൺ ഗെറ്റ്സ് ഇൻകം ത്രൂ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അതർ മീൻസ് പേഴ്സണൽ ഇൻകം. അതായത് ദസ് എ പേഴ്സൺ ഗെറ്റ്സ് ഇൻകം ത്രൂ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അതർ മീൻസ്. അങ്ങനെ ഒരു പേഴ്സണ് ഗെറ്റ്സ് ഇൻകം ത്രൂ, അതായത് വരുമാനം കിട്ടുന്നു, ത്രൂ എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അതർ മീൻസ്, അതായത് ജോലിയിൽ കൂടെയും മറ്റു മാർഗങ്ങളിൽ കൂടെയും കിട്ടുന്നു. പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഇൻകം, അതായത് മൊത്ത വരുമാനം, റിസീവ്ഡ് ബൈ എ പേഴ്സൺ, ഒരു പേഴ്സണ് കിട്ടുന്നത്, ഫ്രം വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം, അതായത് പല ഉറവിടങ്ങളിൽ നിന്ന് അയാൾക്ക്
ആകെ കൂടി കിട്ടുന്ന വരുമാനമാണ് എന്ത്? പേഴ്സണൽ ഇൻകം, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുക, ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. യു ഹാവ് ഡിസ്കസ്ഡ് യുവർ ഫാമിലീസ് വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഹാവിൻറ്റ് യു? അതായത് നിങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാരുടെ വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം, പല ഉറവിടങ്ങളിൽ നിന്നും കിട്ടുന്ന ഇൻകങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തില്ലേ? ദസ് ഫാമിലി ഇൻകം ഈസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഡ്യൂറിങ് എ സർട്ടൻ പീരീഡ്. എന്നാൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി, അതായത് ഒരു ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഒരുമിച്ച് കിട്ടുന്ന, ആ ഒരു ഫാമിലിക്ക് മൊത്തമായിട്ട് കിട്ടുന്ന ആ ടോട്ടൽ ഇൻകത്തെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ലിസ്റ്റ് ഔട്ട് വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ആൻഡ് ദ ഇൻകം ഫ്രം ദം. അതായത് നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ചിട്ട് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഇൻകം ലഭിക്കുന്നതെന്നും ആ ഇൻകം എവിടെ നിന്നാണ്, ആൻഡ് ദ ഇൻകം ഫ്രം ദം, ആ ഏത് തരത്തിലുള്ള ഇൻകമാണ് കിട്ടുന്നത് എന്നും നോക്കാനാണ് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് എംപ്ലോയ്മെൻറ്റ്സ്, അതായത് പലതരത്തിലുള്ള ജോലികളുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ്, അതായത് താഴെ തന്നിരിക്കുന്ന പടങ്ങൾ നിരീക്ഷിക്കാൻ പറഞ്ഞു. ഒന്നെന്താണ്? ഹെൽത്ത് കെയർ ജോബ്സ് ചെയ്യുന്ന ആൾക്കാരെയാണ് കാണിച്ചത്, ഡോക്ടർ, നേഴ്സ്, അങ്ങനെ. അടുത്തത് എന്താണ്? ഫാമിംഗ് അല്ലെങ്കിൽ കാറ്റിൽ ഫാമിംഗ് എന്നൊക്കെ പറയാം, അതായത് കന്നുകാലി വളർത്തൽ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്.